ലങ്കയിലെ ആ രാത്രിക്ക് മരണത്തിന്റെ ഗന്ധമായിരുന്നു. രാമരാവണ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ എത്തിനിൽക്കുന്നു. ആകാശത്ത് അശുഭസൂചകമായി ധൂമകേതുക്കൾ ഉദിച്ചുയർന്നു. യുദ്ധഭൂമിയിൽ ശ്രീരാമന്റെ പ്രാണതുല്യനായ സഹോദരൻ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ ശക്തി എന്ന അമോഘമായ ആയുധമേറ്റ് ബോധരഹിതനായി വീണുകിടക്കുന്നു. സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരമായ രാമൻ പോലും ഒരു സാധാരണ മനുഷ്യനെപ്പോലെ പൊട്ടിക്കരയുന്ന കാഴ്ച. വാനരപ്പടയുടെ ആത്മവീര്യം തകർന്നിരിക്കുന്നു. ലങ്കാപുരിയിലെ മൃതസഞ്ജീവനി എന്ന രഹസ്യം അറിയാവുന്ന വൈദ്യൻ സുഷേണൻ വിളിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രഭു, ലക്ഷ്മണന്റെ ശ്വാസം നിലച്ചു തുടങ്ങുന്നു. സൂര്യോദയത്തിനു മുൻപ് ഹിമാലയത്തിലെ ദ്രോണഗിരി പർവ്വതത്തിൽ നിന്ന് മൃതസഞ്ജീവനി എന്ന ഔഷധം എത്തിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയൂ. അല്ലെങ്കിൽ പ്രഭാതം ലക്ഷ്മണന്റെ അന്ത്യമായിരിക്കും. ഈ അസാധ്യമായ ദൗത്യം ഏറ്റെടുക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. സാക്ഷാൽ ശിവന്റെ അംശമായ വായുപുത്രൻ ഹനുമാൻ. ഹനുമാൻ തന്റെ ശരീരം പർവ്വതതുല്യമായി വളർത്തി. തന്റെ പൂർവ്വകാലം അദ്ദേഹം ഓർത്തു. കുഞ്ഞായിരുന്നപ്പോൾ സൂര്യനെ ഒരു പഴമെന്നു കരുതി വിഴുങ്ങാൻ പോയ അതേ വീര്യം ഇന്ന് തന്റെ സഹോദരതുല്യനായ ലക്ഷ്മണനു വേണ്ടി പുറത്തെടുക്കണം. ബ്രഹ്മാവ് നൽകിയ അമരത്വവും ഇന്ദ്രൻ നൽകിയ വജ്രശരീരവും വായുദേവൻ നൽകിയ വേഗതയും ഇന്ന് പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്. ജയ് ശ്രീറാം എന്ന മന്ത്രം ലങ്കയുടെ ആകാശത്തെ പിടിച്ചുകുലുക്കി. ഹനുമാൻ കുതിച്ചുയർന്നു. ആ കുതിപ്പിൽ സമുദ്രത്തിലെ ജലം ആകാശത്തോളം ഉയർന്നു. ഭൂമിക്കൊരു ചെറിയ കുലുക്കം അനുഭവപ്പെട്ടു. കാറ്റിന്റെ വേഗതയെ തോൽപ്പിച്ചുകൊണ്ട് ഒരു മിന്നൽ പിണർ പോലെ ഹനുമാൻ വടക്കോട്ട് പറന്നു. ഹനുമാന്റെ ഈ യാത്ര തടയാൻ രാവണൻ തന്റെ ഏറ്റവും വലിയ മായാജാലക്കാരനായ കൽപ്പനമിയെ അയച്ചു. ഹിമാലയത്തിന്റെ താഴ്വരയിൽ കൽപ്പനമി ഒരു സ്വർഗതുല്യമായ ആശ്രമം സൃഷ്ടിച്ചു. ഒരു വൃദ്ധ സന്യാസിയുടെ വേഷത്തിൽ അവൻ ഹനുമാനെ സ്വീകരിച്ചു. മകനെ, നീ ക്ഷീണിതനാണ്. ഈ തടാകത്തിൽ കുളിച്ച് അല്പം വിശ്രമിച്ചു പോകൂ. സമയം ഇനിയുമുണ്ട്. ഹനുമാൻ ചതി തിരിച്ചറിഞ്ഞില്ല. ഹനുമാൻ തടാകത്തിലിറങ്ങിയപ്പോൾ ധന്യമാലി എന്ന ശാപഗ്രസ്തയായ ഒരു അപ്സരസ് മുതലയുടെ രൂപത്തിൽ ഹനുമാനെ ആക്രമിച്ചു. തന്റെ വജ്രസമാനമായ കൈകൾ കൊണ്ട് ഹനുമാൻ ആ മുതലയെ വധിച്ചു. ശാപമോക്ഷം കിട്ടിയ അപ്സരസ് ഹനുമാന് മുന്നറിയിപ്പ് നൽകി. ഹനുമാൻ, ആ സന്യാസി ഒരു രാക്ഷസനാണ്. നിന്റെ സമയം പാഴാക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ക്രോധം ജ്വലിച്ച ഹനുമാൻ ആശ്രമത്തിലേക്ക് പാഞ്ഞെടുത്തു. തന്റെ വാലുകൊണ്ട് കൽപ്പനമിയെ വരിഞ്ഞു മുറുക്കി ആകാശത്തേക്ക് എറിഞ്ഞു. വഞ്ചനയുടെ ആ അധ്യായം അവിടെ അവസാനിച്ചു. പക്ഷെ സൂര്യോദയത്തിന് ഇനി അധികം സമയമില്ല. ഹനുമാൻ ഹിമാലയത്തിലെത്തി. അവിടെ ദ്രോണഗിരി പർവ്വതം നീലനിറത്തിൽ തിളങ്ങുന്നു. 4 പ്രധാന ഔഷധ സസ്യങ്ങളാണ് അവിടെയുള്ളത്. 1. മൃതസഞ്ജീവനി, മരിച്ചവരെ ഉയർപ്പിക്കാൻ. 2. വിശല്യകരണി, ശരീരത്തിലെ ആയുധങ്ങളും മുറിവുകളും മാറ്റാൻ. 3. സന്ധാനകരണി, അസ്ഥികൾ കൂട്ടിച്ചേർക്കാൻ. 4. സവർണകരണി, ശരീരത്തിന്റെ നിറം വീണ്ടെടുക്കാൻ. എന്നാൽ ഔഷധങ്ങൾ തങ്ങളെ ഒരു വാനരൻ കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെട്ടില്ല. അവ തങ്ങളുടെ തിളക്കം കെടുത്തി മണ്ണിലൊളിച്ചു. ഹനുമാൻ ഓരോ ചെടിയും നോക്കി. സമയം അതിവേഗം കടന്നുപോകുന്നു. കിഴക്കൻ ആകാശത്ത് വെളിച്ചം കണ്ടു തുടങ്ങി. ഹനുമാൻ ചിന്തിച്ചു, ഞാൻ സമയം കളഞ്ഞാൽ എന്റെ പ്രഭുവിന്റെ കണ്ണീർ ലങ്കയെ മുക്കും. ഔഷധം തിരിച്ചറിയാൻ എനിക്ക് സമയമില്ല. എന്നാൽ ഔഷധത്തെ എത്തിക്കാൻ എനിക്ക് കരുത്തുണ്ട്. ഹനുമാൻ തന്റെ ശരീരം അനന്തമായി വളർത്തി. അവന്റെ തല മേഘങ്ങൾക്ക് മുകളിലെത്തി. ഹിമാലയത്തിന്റെ അടിത്തട്ടിലേക്ക് അവൻ കൈകളാഴ്ത്തി. ആ കൈകൾ ഭൂമിയുടെ ആഴങ്ങളിലെ ഉറപ്പുള്ള പാറകളെ പിടിച്ചുലച്ചു. രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് ഹനുമാൻ ആ മഹാപർവ്വതത്തെ ഭൂമിയിൽ നിന്ന് വേരോടെ ഉയർത്തി. വായുവിൽ മണ്ണും മഞ്ഞും പാറക്കഷ്ണങ്ങളും ചിതറിത്തെറിച്ചു. കോടിക്കണക്കിന് ടൺ ഭാരമുള്ള ദ്രോണഗിരി പർവ്വതം ഹനുമാന്റെ ഒരു കൈയിലിരിക്കുന്നു. ഇന്നും ശാസ്ത്രലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അമാനുഷിക കരുത്ത്. തിരികെ പറക്കുമ്പോൾ വഴിയിൽ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്നത് ഹനുമാൻ കണ്ടു. ഹേ സൂര്യദേവ, നിനക്കുദിക്കാൻ സമയമായിട്ടുണ്ടാകാം. പക്ഷേ എന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ നിനക്ക് അനുവാദമില്ല എന്ന് ഹനുമാൻ ഗർജിച്ചു. സൂര്യന്റെ രഥത്തിനു മുന്നിൽ പർവ്വതവുമായി ഹനുമാൻ ഒരു തടസ്സമായി നിന്നു. സൂര്യൻ പോലും ആ ഭക്തിക്ക് മുന്നിൽ തന്റെ തേജസ് കുറച്ചു. ലങ്കയിലെ വാനരപ്പട ദൂരെ ആകാശത്ത് ഒരു പ്രകാശം കണ്ടു. അതൊരു നക്ഷത്രമല്ല, കയ്യിൽ തിളങ്ങുന്ന പർവ്വതവുമായി വരുന്ന ഹനുമാനായിരുന്നു. അവൻ യുദ്ധക്കളത്തിന്റെ നടുവിൽ ആ മലയിറക്കി വെച്ചു. സഞ്ജീവനിയിൽ നിന്നുള്ള കാറ്റ് ലക്ഷ്മണന്റെ ശരീരത്തിൽ തട്ടി. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ എഴുന്നേറ്റു. ശ്രീരാമൻ ഓടിവന്ന് ഹനുമാനെ കെട്ടിപ്പിടിച്ചു.
ആ കണ്ണീർ ഇന്ന് സന്തോഷത്തിൻ്റെതായിരുന്നു. ലോകത്തിനു മുന്നിൽ ഹനുമാൻ തെളിയിച്ചു, അസാധ്യമായത് ഒന്നുമില്ല. ലക്ഷ്യം വിശുദ്ധമാണെങ്കിൽ പ്രകൃതി പോലും വഴിമാറും. സൂര്യൻ പൂർണ്ണമായി ഉദിച്ചുയർന്നു. പക്ഷേ ആ വെളിച്ചത്തേക്കാൾ തിളക്കം തന്റെ സ്വാമിക്ക് വേണ്ടി പർവ്വതം ചുമന്ന വായുപുത്രന്റെ മുഖത്തുണ്ടായിരുന്നു. ഇന്നും ഹിമാലയത്തിലെ ദ്രോണഗിരിയിൽ ആ പർവ്വതമിരുന്ന ഭാഗം ശൂന്യമായി കിടക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹനുമാന്റെ ആ അവിശ്വസനീയമായ കരുത്തിന്റെ നിത്യസ്മാരകമായി.